ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഹൽദി കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. എൻ്റെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കല്യാണത്തിന് പോകുന്നതിനുള്ള ഷോപ്പിങ്ങിൻ്റെ വീഡിയോ എല്ലാം ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയുടെ മോളുടെ കല്യാണമാണ്. അവളുടെ ഒരുപാട് പാട്ടും ഡാൻസും ഒക്കെ നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വ്യാഴാഴ്ച രാത്രിക്ക് തൊടുപുഴയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വെള്ളിയാഴ്ച ഒരു വൈകുന്നേരം ആയപ്പോഴാണ് കല്യാണ വീട്ടിലേക്ക് പോകുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ലോങ് വ്യൂ ആട്ടോ. നല്ല അടിപൊളിയായിട്ട് പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു കേട്ടോ നടത്തിയത്. അവർക്ക് വീട്ടിൽ ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഓഡിറ്റോറിയത്തിൽ നിന്ന് വെച്ച് നടത്തിയില്ല. വീട്ടിൽ തന്നെ പന്തലിട്ട് കല്യാണം നടത്തുക ചെയ്തത്. നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ കൂടുതലും ഓഡിറ്റോറിയത്തിലാണല്ലോ കല്യാണം കാണുന്നത്. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം കേട്ടോ വീട്ടിൽ പന്തലൊക്കെ ഇട്ടൊരു കല്യാണം ഞങ്ങൾ കൂടുന്നത്. നല്ല അടിപൊളിയായിട്ട് പന്തലൊക്കെ ഇട്ട് അലങ്കരിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോഴത്തേക്കും അവൾ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കല്യാണ പെണ്ണ്, സിനു എന്നാണ് ഇവളുടെ പേര്. ഞങ്ങളെ കണ്ട സന്തോഷത്തിൽ ഹായ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അവൾ ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ വീട്ടിൻ്റെ അകത്തേക്ക് കയറി പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്വന്തക്കാരും എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളയുടെ വൈഫും വെല്ലുമ്മച്ചിയും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ വെല്ലുമ്മച്ചിയാണ്. ഇത് എൻ്റെ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയും പിന്നെ ഇവിടെ എല്ലാവരും അവിടെ ഉള്ളവരൊക്കെ ആട്ടോ. അപ്പം ഞങ്ങൾ അകത്ത് കയറി. പെണ്ണിൻ്റെ റൂമാട്ടോ ഇത്. ഞാൻ കാര്യമായിട്ട് റൂമൊന്നും എടുത്തില്ല. ജസ്റ്റ് കയറിയപ്പോഴത്തേക്കും ഈ പടമൊക്കെ വരച്ച് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അത് മാത്രം എടുത്തിട്ടുള്ളായിരുന്നു. ശേഷം ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി വന്നു. ഒരുപാട് അടുത്ത് നല്ല കേട്ടോ. ചില വീഡിയോസൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത് ലോങ്ങിലായിട്ട് എടുത്തത്. ഒരുപാട് ആൾക്കാരും തിരക്കൊക്കെ ആയിരുന്നു കല്യാണ വീട്ടിൽ. അപ്പോൾ അത് കാരണം നമുക്ക് ഒത്തിരി അടുത്ത് പോയി എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇത് എൻ്റെ വെല്ലുമ്മച്ചി, അവളുടെ വെല്ലുമ്മച്ചിയും ആട്ടോ. ഇത് സാരി കൊടുത്തത് ഞങ്ങളുടെ വെല്ലുമ്മച്ചിയും, ഇപ്പറേ ഇരിക്കുന്നത് അവളുടെ വാപ്പച്ചിയുടെ ഉമ്മായുമാണ്. എല്ലാവരും സ്റ്റേജിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വീഡിയോ ആട്ടോ ഇത്. ഒരുപാട് പേരുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയും വലിയ പരിപാടിയായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുപാട് നാൾക്ക് ശേഷം ആട്ടോ ഒത്തുകൂടുന്നത്. അതും ഇവളുടെ കല്യാണത്തിലൂടെയാണ് എല്ലാവരുമായിട്ട് ഒന്നിച്ച് കൂടുന്നത്. ഇത് അവളുടെ വാപ്പായാണ്, അവരുടെ ഫാമിലി ആട്ടോ ഇത്. ഇതെൻ്റെ ഇളയ മാമായും വൈഫും കുഞ്ഞുമാണ്. ഇതെൻ്റെ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ മകനും വൈഫും കുഞ്ഞുമാട്ടോ. ഇത് ഞാനും ഇക്കായും പിള്ളേരും. കുറച്ച് പേർക്കൊക്കെ ഞങ്ങളെ അറിയുമായിരിക്കുമല്ലോ. ഞങ്ങളവർക്ക് മഞ്ഞളൊക്കെ തേച്ച് കൊടുത്തു, മധുരമൊക്കെ കൊടുത്തു. അവൾ കഴിച്ചതിൻ്റെ ബാക്കിയിലൂടെ ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോഴേക്കും. ഇതെൻ്റെ അമ്മച്ചിയും അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയും എൻ്റെ അനിയത്തിയുടെ മോനും ആട്ടോ ഇത്. ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല, കുറച്ച് പേരുടെ മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. അനിയത്തിയും മോനും പിള്ളേരും കൂടെ കയറിയതാണ്. അവളുടെ ഹസ്ബൻഡാണ് ഈ സ്ഥലത്തില്ല, അവൻ ഗൾഫിലാട്ടോ. അപ്പം അവളും എൻ്റെ പിള്ളേരും അവളുടെ മോനും കൂടെ കയറിയേക്കുന്നതാണിത്. ഇത്രയും ലോങ് വീഡിയോയ്ക്കൊന്നും ഞാൻ വോയിസ് ഓവർ ഇത്രയും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. ശേഷം ഞങ്ങൾ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. സ്റ്റേജിൻ്റെ മേൽവശത്തായിട്ട് തന്നെ പന്തലൊരുക്കിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേകം. ഫുഡ് കഴിക്കാൻ പോയിടത്തുനിന്ന് ഞാൻ താഴത്തേക്കൊരു വീഡിയോ എടുത്താണ്. ഇത് സ്റ്റേജ് കാണിച്ചൊക്കെ ഒരു വീഡിയോ എടുത്താണ്. നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെയും ഫുഡ് കഴിക്കാനായിട്ട്. എല്ലാ ടേബിളും തന്നെ ഫുള്ളായിരുന്നു. കലവറയിൽ പോയി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താട്ടോ. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. ജസ്റ്റ് അവിടെ സൈഡിൽ നിന്ന് ഒരു വീഡിയോ എടുത്തു. കപ്പയിലും വെറുംചോറും ആയിരുന്നു രാത്രിക്കത്തേക്ക്. ഞങ്ങൾ കപ്പയിലാട്ടോ കഴിച്ചത്. ഇതെൻ്റെ മൂത്ത മാമായും വൈഫും പിള്ളേരും ഒക്കെയാണ്. അവർ വരാൻ ഇച്ചിരി ലേറ്റായി പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാട്ടോ അവരുടെ വീഡിയോ എടുക്കുന്നത്. മാമാക്ക് ജോലിയൊക്കെ ഉള്ളത്, അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റായി പോയായിരുന്നു. വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാമിക്ക് നാണമായി, അതുകൊണ്ടാണ് ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഒന്നിച്ചിരിക്കുന്നതാണ്.
ഇത് സിനുയുടെ ഉമ്മച്ചിയാട്ടോ, എൻ്റെ അമ്മച്ചിയുടെ അനിയത്തി. ഒരാകെ ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് താഴത്തേക്ക് ഇറങ്ങി. ശേഷം ഞങ്ങൾ വീണ്ടും സ്റ്റേജിൻ്റെ അവിടെ വന്നിരുന്നു. അവിടെ പാട്ട് വെച്ചപ്പോൾ കുഞ്ഞുങ്ങൾ ചുമ്മാ സ്റ്റേജിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ വീഡിയോ എടുത്തതായിരുന്നു. സിനുവും കൂട്ടുകാരികളും കൂടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവളുടെ ഡാൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫാമിലിയാണ്. മാമച്ചിയും വൈഫും വെല്ലുമ്മച്ചിയും ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്ന വീഡിയോ കേട്ടോ ഇത്. എൻ്റെ അമ്മച്ചിയാണിത്. ഇക്ക കേട്ടോ അത്. കുറച്ച് പേർക്കൊക്കെ ഇക്കാനെ അറിയാമായിരിക്കുമല്ലോ. ഇതെൻ്റെ അനിയത്തി അപ്പൂസ്, പൊന്നാച്ചി. കുട്ടികളൊക്കെ പാട്ട് കേട്ട് നല്ല തകൃതിയായിട്ട് ഡാൻസ് കളിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മണവാട്ടിയും കൂട്ടുകാരികളും കൂടെ ഡാൻസ് കളിക്കാനായിട്ട് സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാട്ട് കേട്ട് സ്റ്റേജിലുള്ളവരും വെളിയിൽ നിൽക്കുന്നവരും ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് കൂടിയൊരു കല്യാണമായിരുന്നു ഇത്. ഞങ്ങളുടെ ഫാമിലിയിലുള്ള ആദ്യത്തെ ഒരു മഞ്ഞൾ കല്യാണമായിരുന്നു. എന്തായാലും എല്ലാവർക്കും അടിച്ച് പൊളിച്ച് കൂടാനുണ്ടായിരുന്നു അത്. അവളുടെ ഫ്രണ്ട്സും അയൽവക്കത്തുള്ളവരും ഒക്കെ ആട്ടോ ഈ ഡാൻസ് കളിക്കുന്നത്. എൻ്റെ മാമച്ചിയുടെ പിള്ളേരാട്ടോ മുഖം പൊത്തിയിരിക്കുന്നത്. അവരുടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് നാണമായി. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ എന്തായാലും ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് എടുക്കണതാണ്. അപ്പോൾ വീഡിയോ മാറ്റുമ്പോഴാണ് അവർ പുറത്തുനിന്ന് കൈയെടുക്കുന്നത്. ഞങ്ങളെല്ലാവരും പരിപാടിയായിട്ട് ആസ്വദിച്ചിരിക്കുക കേട്ടോ. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഇവിടെ ഇരിപ്പുണ്ട്. സിനുവും കൂട്ടുകാരികളും ഡാൻസും റീൽസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കുറേ റീൽസ് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അവളുടെ ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ട്സ് ആട്ടോ. അവർ 1ാം ക്ലാസ് മുതൽ +2 വരെ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ട്സാണ്. അവരുടെ വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരികളുമാണ്. ഈ പിള്ളേർ പിറ്റേ ദിവസവും ഉണ്ടായിരുന്നു ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഡാൻസൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ശേഷം വീണ്ടും പാട്ടും ഡാൻസുമായിട്ട് വീണ്ടും പ്രോഗ്രാം മുന്നോട്ട് പോയി. ഇതെൻ്റെ ആങ്ങളെയാട്ടോ പാടുന്നത്. എൻ്റെ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ മകനാണ്. അവൻ നല്ല അടിപൊളി പാട്ടുകാരനാണ്. മാറത്തൂറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി, മാറത്തോളം മഴവില്ലായി വളരണം என்படி. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.